ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൗണ്ട് ട്രാക്ക് #1 എന്നുള്ള ഒരു ഡ്രാമ സീരീസിന്റെ റിവ്യൂ ആണ്. ഈ സീരീസ് വെറും 4 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. വെറും 4 എപ്പിസോഡ് മാത്രമുള്ള, അതും വളരെ ഷോർട്ട് ലെങ്ത്തിലുള്ള 4 എപ്പിസോഡ്സ് ഉള്ള ഒരു ഡ്രാമ സീരീസ്. പെട്ടെന്ന് തീരും. പക്ഷേ പെട്ടെന്ന് തീരുവാണെങ്കിലും ഓരോ എപ്പിസോഡ്സ് ഭയങ്കര ലാഗാണ്. ഞാൻ കണ്ടു. നല്ലൊരു ഫീൽ ഗുഡ് സീരീസ് ആണല്ലോ. ലാസ്റ്റത്തെ എപ്പിസോഡിലൊക്കെ നമുക്ക് ലാസ്റ്റത്തെ എപ്പിസോഡ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പിന്നെ നമുക്ക് നിർത്താൻ തോന്നുന്നില്ല. 4-ാമത്തെ എപ്പിസോഡിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറി ഇനിയിപ്പോൾ നമുക്ക് കണ്ട് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് വരും. ബാക്കിയുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേ കുറച്ച് വലിഞ്ഞാൽ പോണത്. ഇത് എന്ന് പറയുന്നത് നല്ലൊരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്. അതായത് 2 ഫ്രണ്ട്സ്, അതായത് അൺറിക്യൂട്ടഡ് ലവ്. അതാണ് ഇതിൻ്റെ സ്റ്റോറിയിൽ ഫുൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അൺറിക്യൂട്ടഡ് ലവ്. അതായത് ഈ അൺറിക്യൂട്ടഡ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരാൾ ക്രഷ് ഉണ്ട്, പക്ഷെ അയാൾക്ക് നമ്മളെ തിരിച്ച് ഇഷ്ടമില്ല. നമുക്ക് ഒരാളെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ഇഷ്ടമാണ്, പക്ഷെ അയാൾക്ക് നമ്മളോട് തിരിച്ച് ഇഷ്ടമില്ല. ഇതിനെയാണ് ഈ അൺറിക്വറ്റഡ് ലവ്, അതായത് വൺ സൈഡ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് കഥയാണ്. അതായത് 2 ഫ്രണ്ട്സ്, അവർ 19 വർഷത്തോളം വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ നായികനോട് ഇഷ്ടമുണ്ട്. അതായത് ഇയോൻ സൂം സുൻവു എന്ന് പറഞ്ഞ 2 ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്. ഇതിപ്പോൾ നമ്മുടെ നായികന് ഇഷ്ടമുണ്ട്, പക്ഷേ നായികയ്ക്ക് തിരിച്ചങ്ങനെയല്ല. കാരണം അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നായികയ്ക്ക് അപ്പോൾ അതിൻ്റെ പേരിൽ ഫസ്റ്റ് ടൈം, അതായത് തുടങ്ങുന്ന സമയത്ത് നായികയ്ക്ക് ഒരു ഫ്രണ്ടിനെ അങ്ങനെ കണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കളയാൻ നായികയ്ക്ക് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു ഇഷ്ടം ഇതുവരെ നായികയ്ക്ക് വന്നിട്ടില്ല. പക്ഷെ നായകന് 8 വർഷമായിട്ട് നായികേനെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് അങ്ങനത്തെ ഇവരെ പറയാണ്ട് പോണേണ്. പക്ഷെ എങ്കിലും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്ത്, ഇവനും ഇവൾക്ക് ഇനി ഇഷ്ടാവൂല, ഇത് ബാഡ് ആവും എന്ന് വെച്ചിട്ട് ഇവൻ ഇത് പറയൂല, പറയാണ്ടിരിക്കും. അങ്ങനെ പോണേണ്. നമുക്കപ്പോൾ ശരിക്കും കാണുമ്പോൾ ചിലവർക്കൊക്കെ കണക്റ്റഡ് ആവും. നമുക്ക് വൺ സൈഡ് ലവ് ഉണ്ടായിട്ടുള്ള ഒരു കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉള്ള ഒരു കണക്റ്റഡ് ആവും. അതായത് സൺവു എന്ന് പറഞ്ഞ നമ്മുടെ നായകൻ, ഇവൻ എന്താണ് ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഇവൻ്റെ അംബിഷൻ എന്ന് വെച്ചാൽ വലിയൊരു ഫോട്ടോഗ്രാഫർ ആവണം. നായിക എന്ന് പറയുന്നത് യോൻസു എന്ന് പറഞ്ഞ നമ്മുടെ നായിക, അവളൊരു ലിറിക്കിസ്റ്റാണ്. അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയൊരു ലിറിക്കിസ്റ്റ് ആവണം. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അറിയാം ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇവൾക്കൊരു ചാൻസ് കിട്ടും ഒരു ലിറിക്ക് എഴുതാൻ വേണ്ടിയിട്ട്, ഒരു ഫിലിമിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ലിറിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇവളപ്പോൾ എന്ത് ചെയ്യും, ഇവൾക്ക് ഇങ്ങനെ ഭാവന വന്നില്ല, ഇവൾക്ക് ഈ പ്രേമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവൾക്ക് എഴുതേണ്ട ലിറിക്ക് എന്താണ്, അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറിയുടെ അൺറിക്യൂട്ടഡ് ലവിൻ്റെ ഒരു ലിറിക്കാണ് എഴുതേണ്ടത്. പിന്നെ നമ്മുടെ നായകനാണെങ്കിൽ അപ്പോൾ അവനക്ക് ചെറിയ ഫീലിങ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവൻ ഇവളോട് പറഞ്ഞേക്കണം അവനക്ക് വേറൊരു കുട്ടിനെ ഇഷ്ടമുണ്ടെന്നാണ്. അപ്പോൾ ഇവൾ എന്താണ് ഇവൻ്റെ സഹായം തേടും ആ കഥയ്ക്ക് വേണ്ടിയിട്ട്, അത് ലിറിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവനോട് പറയും, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം, നീ എൻ്റെ അസിസ്റ്റൻ്റ് ആയിക്കോന്ന് പറയും. അങ്ങനെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു 2-3 എപ്പിസോഡ്സിൽ അങ്ങനെ പോണ്. 3-ാമത്തെ എപ്പിസോഡിൽ അവനക്കൊരു ചാൻസ്, അവന് മുമ്പ് അയച്ചു കൊടുത്ത ഫോട്ടോയിൽ അത് സെലക്ട് ആയിട്ട് അവനക്ക് കൊറിയയ്ക്ക് പോകാൻ വേണ്ടി ചാൻസ് വരികയാണ്. അപ്പോൾ 1 വർഷത്തോളം കൊറിയയ്ക്ക് പോയിട്ട് അവൻ്റെ ആഗ്രഹമായ വലിയൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, അയാളുടെ ഒപ്പം അസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുകയാണ്. അങ്ങനെ അവൻ അങ്ങോട്ട് പോകും. അപ്പോൾ അവൻ അങ്ങോട്ട് പോണ ആ സമയമാകുമ്പോഴത്തേനും ഇവൾക്ക് അവനോട് ഇഷ്ടം തുടങ്ങും, ഫീലിങ്സ് വന്ന് തുടങ്ങും. അവൾ റിയലൈസ് ചെയ്യും എന്താണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവനക്ക് എന്തോ ഉണ്ട് ചെറുതായിട്ട്, ഇവൾക്കും ഉണ്ടാവണമായിരുന്നു. അവനത് കാണിച്ച സമയത്ത് ഇവളത് മൈൻഡ് ആക്കിയില്ല. അങ്ങനെ പോണെയാണ്. ലാസ്റ്റത്തെ എപ്പിസോഡ് ആകുമ്പോഴത്തേനും ഇവൻ തിരിച്ചു വരുമ്പോൾ എന്താണ് അവൾക്ക് ഇവനെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഇവരെന്താണ് അവളെ ഇഷ്ടം പറഞ്ഞ് അങ്ങനെ ഒരു കമ്മിറ്റഡ് ആവണയാണ്. കഥ എന്ന് പറഞ്ഞൊരു പുതുമൊന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച്, പക്ഷെ നമുക്ക് ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അത്രയും അടിപൊളി എന്ന് പറയാനുള്ള ഒരു സംഭവം ഇതിൽ കണ്ടില്ല. ആക്ടേഴ്സ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ടീമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആകുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ആ ബെല്ലൈക്കണൊക്കെ അടിച്ചു വെച്ച് ആവശ്യം വരും.